ഹലോ ലേഡീസ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാനിവിടെ ഒരു മഴക്കാല ചെടിയെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ നല്ല ഭംഗിയുള്ള പരിപാലിക്കാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു പൂവാണിത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെടിയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കാട്ടിൽ വരെ വളരുന്നതാണ്, പക്ഷേ നമ്മളത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞാലും തരില്ല, അത്രയ്ക്കും ഭംഗിയുള്ള ഒരു ചെടിയാണത്. ഈ ചെടി അറിയപ്പെടുന്നത് സൺസെറ്റ് ബെൽസ് എന്ന പേരിലാണ്. വേറെയും പേരുകളുണ്ട് കേട്ടോ ഇതിന്. ബ്ലാക്ക് ഫ്ലെമിംഗോ, പിന്നെ കോപ്പർ ലീവ്സ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഇതിൻ്റെ ലീവ്സ് ഈ കോപ്പറും ഗ്രീനും ഒക്കെ കലർന്ന ഒരു കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് നമ്മളൊരു ബോർഡർ ചെടിയായിട്ട് നമ്മൾ ഒരു വീട്ടിൽ ബോർഡർ മാതിരി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. കാരണം ഏകദേശം മഴയൊക്കെ അടുക്കുമ്പോൾ എല്ലാറ്റിലും പൂക്കൾ കുറയുന്ന സമയത്ത് ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. ഇതിനധികം വെയിൽ ആവശ്യമില്ല. അല്ലാത്ത സമയത്തും ഇത് പൂക്കും. നിങ്ങൾ തണലത്തൊക്കെയാണ് വെക്കണം, വെയിലത്ത് വെക്കുന്നതിനെക്കാട്ടിലും. കാരണം ഇത് ആ തണുപ്പായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ വളരെയല്ല എല്ലാപ്പോഴും ഇത് ഉണ്ടാവും, പക്ഷേ നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതിന് നമ്മൾ മറ്റുള്ള ചെടികളെ സംരക്ഷിക്കുന്ന മാതിരിയുള്ളൊരു സംരക്ഷണം ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ എവിടെ നമ്മൾ പറിച്ച് നട്ടാലും ഇത് പെട്ടെന്ന് വളരും ചെയ്യും. നിറയെ പൂക്കളും ഉണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് മറ്റുള്ള ചെടികളിൽ അത്ര കീടബാധയില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടിലൊരു ബോർഡർ മാതിരിയൊക്കെ വെക്കാൻ വളരെ നല്ലതാണ്. അല്ല ഒരു 4-5 ചട്ടികളിലൊക്കെ ഒരുമിച്ച് വെച്ചാൽ എന്തൊരു ഭംഗിയാണെന്നാണ്, നല്ലൊരു ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പിന്നെ ഈ ചെടിയിലുള്ള പൂക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഇത് പൂക്കൾ കൊഴിയാതെ നിൽക്കും. നമ്മളിപ്പോൾ സാധാരണ ചെടികളിലാണെങ്കിൽ കുറച്ച് ദിവസം, ഇല്ലെങ്കിൽ ഏത് ചെടിയിലാണെങ്കിലും ഒരു 4-5 ദിവസം നിൽക്കും, ആ പൂവ് കൊഴിയും, അങ്ങനെയല്ലേ. പക്ഷേ ഇതിലതല്ല, ഒരുപാട് നാൾ ആ പൂക്കൾ അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ഇത് സൺസെറ്റ് ബെല്ലിൽ നിന്ന് പേര് വരാൻ കാരണം അതിൽ ആ പൂവിൻ്റെ ഒരു ആകൃതി അങ്ങനെയാണ്, ഇങ്ങനെ ബെല്ല് മാതിരിയാണ്. പിന്നെ സൺസെറ്റിൻ്റെ കളറാണ്, അതുകൊണ്ടാണ് സൺസെറ്റ് ബെൽസ് എന്ന് പേര് വരാൻ തന്നെ കാരണം. പിന്നെ നമ്മൾ മലയാളത്തിന് ഇതിനെ കമ്മൽ ചെടി എന്ന് വിളിക്കും കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ പലർക്കും ഇതിൻ്റെ പേരറിയില്ല, പക്ഷേ കമ്മൽ ചെടി എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഈ ചെടിയെ വല്ലാതെ ഒരു നിസ്സാരക്കാരനായിട്ട് എല്ലാവരും തള്ളിക്കളയണ്ട കേട്ടോ. നമ്മളത് നല്ല പോലെ വൃത്തിയായിട്ടൊക്കെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.